നമ്മളെ കേരളത്തിലെ ചാനലുകൾ, പ്രത്യേകിച്ച് മുസ്ലിം ലേബലുള്ള ചില ചാനലുകൾക്ക് യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ ബംഗാളിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവരെയൊക്കെ എന്തോ ഒരു ചതുർത്ഥി പോലെയാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ, എന്തെങ്കിലും ഒരു വാർത്ത പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പൊട്ടന്മാരാക്കുന്ന വിധത്തിൽ, ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ തമ്മിലൊന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ പറയുന്നത് RSS, സംഘപരിവാർ, BJP അവർ പറയുന്നുണ്ട് പൊതുവെ ഇവിടെ മുസ്ലിം വിരുദ്ധത പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ചേരിയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് വോട്ട് പിടിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതേസമയം ഭരണത്തിൽ എവിടെയും ഭരണഘടനയുടെ നില അങ്ങനെ ആയതുകൊണ്ട് ഒരു വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടെടുക്കാനോ നിയമം നടപ്പിലാക്കാനോ പറ്റില്ല. എന്നാൽ അതേസമയം പ്രാദേശികമായിട്ട് ഇപ്പൊ നിലവിലുള്ള നിയമങ്ങളെ നടപ്പിലാക്കാൻ കഴിയാത്ത ചില നിയമങ്ങളെ നടപ്പിലാക്കിക്കൊണ്ട് മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. അത് ശരി തന്നെയാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിൽ നടന്ന നമുക്കറിയാം. അവിടെ മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള പണിയാണ്, ഇരുട്ടിന്റെ പണിയാണ്. പക്ഷെ പണി കിട്ടിയത് മുഴുവൻ അവിടുത്തെ ഹിന്ദുക്കൾക്കാണ്, അതും പാവപ്പെട്ട ഹിന്ദുക്കൾക്ക്. എത്രയോ മാസങ്ങളായി അവർ ലോൺ എടുത്തും അല്ലാതെയും ഒക്കെ വളർത്തിക്കൊണ്ടുവന്ന ആ കന്നുകാലികളെ വാങ്ങാൻ ആളില്ലാതായി. റോഡ് നീളെ കെട്ടിക്കിടക്കുകയാണ്. അതായത് വാഹനങ്ങളെ നിറച്ച് വിൽക്കാൻ കൊണ്ടുവന്ന കന്നുകാലികൾ ഇറക്കാൻ പോലും കഴിയാതെ നിൽക്കുകയാണ്. അതിന്റെ താഴെ ആ കർഷകരിൽ നിന്ന് കരയാണ്, നിലവിളിക്കുകയാണ്. ഈ മുസ്ലിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ തല്ലിക്കൊല്ലും, പിന്നെ എന്തിനാണ് ഞങ്ങൾ വാങ്ങുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവന് വിലയുണ്ട് അതുകൊണ്ടാണെന്ന്. പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫറലൊന്നും അല്ല, അതായത് നിർബന്ധമൊന്നുമല്ല ഈ ബലി എന്ന് പറയുന്നത്. പറ്റുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇപ്പൊ നിസ്കാരം പോലെ നോമ്പ് പോലെ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് അവർ തൽക്കാലം ഈ വർഷം ബലി വേണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതും ഒരു സമരമുറയായിട്ട് ഒരു ഷബ് എടുക്കുന്നുണ്ടാവും. അതൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറമാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഈ മാധ്യമ വിചാരണ. പ്രത്യേകിച്ച് മീഡിയ ഓൺ ചാനലിൽ വന്നിട്ടുള്ള ഒരു വാർത്ത, കടുപ്പിച്ച് യോഗി സർക്കാർ, പൊതു ഇടങ്ങളിൽ ബക്രീദ് ബലിക്ക് വിലക്ക്. ഇതിലെന്താണ് തെറ്റ്? എനിക്ക് മനസ്സിലായില്ല. ആരാധന സ്വാതന്ത്ര്യവും പൗരാവകാശവും എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. ഇല്ലെന്ന് ആരാ പറഞ്ഞത്? എല്ലാവർക്കും ആരാധന സ്വാതന്ത്ര്യമുണ്ട്, പൗരാവകാശം എല്ലാവർക്കും ഉണ്ട്. ഇന്ത്യൻ പൗരനാണോ? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇവിടെ ജീവിക്കാനുള്ള അവകാശം എല്ലാം ഉണ്ട്. എന്നാൽ പൊതു ഇടങ്ങളിലെ നിയന്ത്രണങ്ങൾ എന്തിനാണ്? ആ പൊതു ഇടങ്ങളിലെ നിയന്ത്രണങ്ങൾ പൊതുജനങ്ങൾക്ക് ഇപ്പൊ റോഡില് ഇപ്പൊ പറയുന്ന ഉത്തർപ്രദേശിലും അതുപോലെ പശ്ചിമ ബംഗാളിലും ഒക്കെ ഈദ്ഗാഹുകൾ നട റോഡിൽ ഹൈവേ ഉപരോധിച്ചുകൊണ്ട് നടക്കുന്നു. നടക്കാൻ പാടുണ്ടോ? നടക്കാൻ പാടില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തടയണ്ടേ? അത് വാർത്തയാക്കി ഇവിടെ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെയും തമ്മിലൊരു വിരോധം ഉണ്ടാക്കിച്ചിട്ട് എന്താ കാര്യമുള്ളത്? പൊതു ഇടങ്ങളിലുള്ള നിയന്ത്രണം ഏകപക്ഷീയമായിട്ടാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എതിർക്കാം. കാര്യം ഇപ്പോൾ ഹിന്ദുക്കൾക്ക് മാത്രമായി എന്ത് കാണിക്കാം, അവർക്ക് അവിടെ പൂജ നടത്താം, അവർക്ക് ആരാധിക്കാം, ഘോഷയാത്ര നടത്താം, മുസ്ലിങ്ങൾ റോഡിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ളൊരു നിലപാട്, അത്തരത്തിൽ ആഘോഷങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ നിലപാട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മതപരമായിട്ടുള്ള ഒരു വേർതിരിവാണ്. ഇന്ത്യയിൽ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ്. ഒരു നിയമം പാസ്സാക്കുമ്പോൾ എല്ലാവർക്കും അത് ഒരുപോലെ വേണം, അത്രേ ഉള്ളൂ. അതിലപ്പുറത്തേക്കൊന്നും വലിയൊരു വാർത്തയാക്കേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മതവിശ്വാസവും ആരാധനാ സ്വാതന്ത്ര്യവും ഏതൊരു ജനാധിപത്യ സമൂഹത്തിന്റെയും, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ജനാധിപത്യ സമൂഹത്തിന്റെയും അടിസ്ഥാന അവകാശങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ അവകാശങ്ങൾ വിനിയോഗിക്കപ്പെടുമ്പോൾ അത് മറ്റുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയോ അല്ലെങ്കിൽ അവരുടെ ദിനേനയുള്ള അവരുടെ ജീവിതത്തെയോ ഒന്നും ബാധിക്കരുത്, തടസ്സപ്പെടുത്തരുത്. ആ ബോധ്യം കൂടി ഈ രീതിയിൽ റോഡിൽ ഇറങ്ങുന്നവനും ഈ മത സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് ചാടുന്നവനും ആരാധന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞെടുത്ത് ചാടുന്നവനൊക്കെ ഒന്ന് ബോധം വേണം. അവർക്കൊരു ബോധം വേണമെന്നാണ് പറയുന്നത്. നമുക്കറിയാം കേരളം പോലെയുള്ള ഒരു സ്ഥലം, ഇപ്പൊ നമ്മൾ കേരളത്തിലാണല്ലോ ജീവിക്കുന്നത്. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരു സന്തുലിതാവസ്ഥയുണ്ട് പൊതുവെ. ഇവിടെ ഒരു വിഷയമില്ല. ഇവിടെ ഇപ്പൊ ഈദ്ഗാഹുകൾ നടക്കാറുണ്ട്. ഈദ്ഗാഹുകൾ നടക്കുന്നത് തൊട്ടടുത്ത മൈതാനികൾ. ഇനി അതല്ലെങ്കിൽ പൊതു ഇടമാണെന്നുണ്ടെങ്കിൽ സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ആരിൽ നിന്നോ അവരിൽ നിന്ന് അനുമതി വാങ്ങും. ചിലപ്പോൾ വാടകയ്ക്ക് എടുത്തുനിന്ന് വരും. എടുത്തിട്ട് അത്രത്തോളം ജനങ്ങൾ വരുന്നത് കൊണ്ട് മറ്റ് ജനങ്ങൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ അവിടെ ഈദ്ഗാഹ് നടത്തും. ഇനി അതല്ലെങ്കിൽ പള്ളിക്കുള്ളിൽ നടത്തും, അല്ലെങ്കിൽ പള്ളിന്റെ മുറ്റത്ത് കയറി നടത്തും. നടു റോഡിൽ നടത്തുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പോ ഹൈവേ NH66 ഇവിടെ കടന്നു പോകുന്നുണ്ട്. ആ NH66 രാവിലെ ഇപ്പൊ 7 മണിക്ക് പെരുന്നാൾ നിസ്കാരം ഒരു അരമണിക്കൂർ നേരം വാഹനങ്ങൾ ഓടണ്ടെന്ന് തീരുമാനിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മൾ അനുവദിച്ചു കൊടുക്കുമോ? ഇനി ബലികർമ്മങ്ങൾ പൊതുവായിട്ട് പൊതു ഇടങ്ങളിൽ നടത്തണ്ടെന്ന് പറയുന്നതിൽ എന്താ കുഴപ്പം? അവിടെ ചോരയും ആ പണ്ടവും അതെല്ലാം അവിടെ ഇട്ടിട്ട് പോകും. വൃത്തി വെടുപ്പുള്ള ഒരു സാധനമാണോ ഈ ആൾക്കാരെന്ന് പറയുന്നത്? നമ്മുടെ കേരളത്തിലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ പൊതു ഇടങ്ങളിലിട്ട് ഏതെങ്കിലും ഒരു മൃഗത്തെ ബലിയെറുക്കാറുണ്ടോ? ഇല്ല. ഒന്നുകിൽ പള്ളിപ്പറമ്പുണ്ടാവും. പള്ളിപ്പറമ്പുണ്ടെങ്കിൽ ആദ്യം ബലിയെറുക്കാനും അതിന്റെ ചോര ഒഴുകി പോകാനും അത് മണ്ണിട്ട് മൂടാനും ഉള്ള എല്ലാ സൗകര്യവും അവിടെ ചെയ്തതിനു ശേഷമാണ് പണി തുടങ്ങുന്നത്. ഇനി പള്ളിക്ക് സ്വന്തമായിട്ട് പറമ്പില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് പറമ്പുള്ളവനുണ്ടാവും. അവന്റെ അനുമതി വാങ്ങിയിട്ട് അവിടെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇനി അവിടെയും പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റുന്നിടത്ത് പോയാണ് ചെയ്തുകൊണ്ട് വരുന്നത്, ഇറച്ചി എന്നിട്ട് ശരിയാക്കി കൊണ്ടുവരുന്നത്.
അങ്ങനെ വാശിയൊന്നുമില്ല. പക്ഷെ അപ്പോഴും നട റോഡിലും ആ പൊതു ഇടങ്ങളിലും ഒന്നും ബലിയേർക്കാൻ വേണ്ടി കേരളത്തിൽ ആരും ഇറങ്ങണില്ല. അങ്ങനെ മറ്റു സംസ്ഥാനങ്ങൾ ഇറങ്ങണമെന്ന് വാശി പിടിച്ചാൽ ഏത് വിശ്വാസത്തിന്റെ പേരിലായാലും അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മാനിച്ചുകൊണ്ടുള്ള ആരാധന രീതികൾ, അല്ലെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ആരാധനാ രീതികൾ, മറ്റു മതസ്ഥരെ അവഹേളിച്ചുകൊണ്ടുള്ള ആരാധന രീതികൾ, അതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളൊരു പൊതുബോധം ഇവിടെ ഉള്ളത് കൊണ്ട്, നമ്മുടെ കേരളത്തിൽ ഉള്ളത് കൊണ്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ല. അതേസമയം ഉത്തരേന്ത്യ അങ്ങനെയാണോ? ഉത്തരേന്ത്യയിൽ കാലാകാലങ്ങളായി വെള്ളിയാഴ്ച നിസ്കാരം അടക്കം റോഡിൽ നടക്കുന്നുണ്ടെന്നാണ് അറിവ്. ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണുന്നതാണ്. അതിന് AI ജനറേറ്റഡ് ആണോ ഒന്നും അറിയില്ല. പക്ഷെ വാർത്തകൾ റിപ്പോർട്ട് വരുന്നത് അത് അങ്ങനെയാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് പാടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതാണ്. എന്നാൽ യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭരണകൂടം നടത്തുന്ന ഇടപെടലുകളാണെന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പശ്ചിമ ബംഗാളിലെ സമീപകാല രാഷ്ട്രീയ സാഹചര്യങ്ങൾ എടുത്തു നോക്ക്. അതിനൊരു ഉദാഹരണമാണ്, വളരെ നല്ല ഉദാഹരണമാണ്. കാര്യം മുസ്ലിം വിഭാഗത്തെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അവർ പെട്ടെന്ന് ഇല്ലാത്തവരെ നിയമത്തെ പൊടി തട്ടിക്കൊണ്ട് എടുക്കണു. അവിടുത്തെ ജനങ്ങൾക്ക് തൊഴിലിനെ കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു. പശ്ചിമ ബംഗാളിലെ അവസ്ഥയാണ്. ഒരു ദന്താശുപത്രിയിലെ ഒരവസ്ഥ, ദുരവസ്ഥ. ഒരു യൂട്യൂബർ അദ്ദേഹം അവിടെ പോയി ചിത്രീകരിച്ചതാണ്. അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ എടുത്തിട്ടിരുന്നു. ഏതോ ദന്താശുപത്രിയിൽ എന്നോ ഏതോ കാലത്ത് ഒരാൾ ചെന്ന് അവിടെ കത്രയോ സൂചിയോ ഒക്കെ എടുത്തു കൊടുക്കാൻ നിന്നു കുറച്ച് ദിവസം. 10ാം ക്ലാസ് ഒന്നും പാസ്സായിട്ടില്ല ആള്. എന്നിട്ട് അത് കണ്ടിട്ട് ഇവിടെ കുറെ ചവണയും കുറെ കുടലും സൂചിയും മരുന്നും എല്ലാമായിട്ട് മൂപ്പര് ഒരു ക്ലിനിക്ക് അങ്ങ് തുടങ്ങി. അവിടെ നൂറുകണക്കിന് ആൾക്കാരാണ് ഒരു ദിവസം വന്ന് ദന്ത ചികിത്സ നടത്തി പോകുന്നത്. ആ കുടലും ചവണയും എല്ലാം വിട്ടിരിക്കുന്ന ആ പാത്രങ്ങൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞ വെള്ളം കുടിക്കൂല, പൊടിയിലും അതിലും ഇതിലൊക്കെ അങ്ങനെ കിടക്കുകയാണ്. അത്രത്തോളം, അതായത് ആശുപത്രി, ക്ലിനിക്ക്, ഇതൊക്കെ ആർക്കും ഏതൊരു പെട്ടിക്കടക്കാരന് നടത്താം. മെഡിക്കൽ സ്റ്റോറിൽ മരുന്നെടുക്കാൻ നിന്നവന് ഇവിടെ ആശുപത്രി തുടങ്ങാം. അതാണ് അവിടുത്തെ അവസ്ഥ. അതായത് വളരെ പരിതാപകരമായിട്ടൊരു അവസ്ഥയാണ് അവിടെ. ജോലിയില്ല, അതേപോലെ കൂലിയില്ല, ഒരു മെച്ചപ്പെട്ട ഒരു അടിസ്ഥാന സൗകര്യങ്ങളില്ല, ആശുപത്രിയില്ല, അങ്ങനെ യാതൊന്നുമില്ല. ഇതൊന്നും ഇല്ലാത്തടത്ത് മതം പൊക്കിപ്പിടിച്ചോണ്ട് വരുന്നത് ആ ഭരണകൂടത്തിന്റെ കഴിവുകേട് മറയ്ക്കാൻ വേണ്ടി തന്നെയാണ്. എന്താ സംശയം? ഉത്തർപ്രദേശിലായാലും അതിന് പശ്ചിമ ബംഗാളിലായാലും അത് തന്നെയാണ് അവസ്ഥ. ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും ഗ്രാമപ്രദേശങ്ങൾക്ക്, ഉൾഗ്രാമങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞതിന്റെ നേർക്കാഴ്ച നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. വെറും ഷീറ്റ് മാത്രം വളച്ചു കിട്ടിയ വീടുകള് ഇല്ലേ? നമ്മൾ കാണുന്നില്ലേ? അത് വീടാണെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ നാട്ടിലെ കോഴിക്കൂട് പോലും അങ്ങനെ ഉണ്ടാവില്ല, പട്ടിക്കൂട് പോലും അങ്ങനെ ഉണ്ടാവില്ല. അതിലാണ് അവിടെ ജനങ്ങൾ താമസിക്കുന്നത്. അത് സാധാരണക്കാരെ ജനങ്ങളെ ഒരു നിലയ്ക്കും പരിഗണിക്കാതെ, അവിടുത്തെ ജനങ്ങൾക്ക് ജോലിയുണ്ടോ ഇല്ലയോ എന്ന് അറിയാതെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റൊരു യൂട്യൂബർ അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ അവിടുത്തെ പണിക്കാരനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ കണ്ടു. ഇയാൾ ഒരു ബൈക്കറാണ്, സഞ്ചരിക്കുന്ന വഴി കണ്ടിട്ടുള്ള ഒരു വൃദ്ധൻ. അയാളുടെ ചോദിച്ചപ്പോൾ പറയാണ് 300 രൂപയാണ് അയാൾക്ക് ഹെൽപ്പർ കൂലി കിട്ടുന്നതെന്ന്. ഇതാണ് അവസ്ഥ. നമ്മളിവിടെ 300 രൂപയ്ക്ക് ഒരു ദിവസത്തെ കൂലിക്ക് പണിയെടുക്കും. ചിന്തിക്കേ, അത്രത്തോളം അധോഗതിയിൽ കിടക്കുന്ന, സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന, തൊഴിലില്ലാത്ത, വിദ്യാഭ്യാസപരമായിട്ട് ഒന്നുമല്ലാത്ത ഒരു സമൂഹം. ആ സമൂഹത്തെ പരിഷ്കരിച്ച് അല്ലെങ്കിൽ അവരെ സാമ്പത്തികമായി വളർത്തി വിദ്യാഭ്യാസം കൊടുത്ത് ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം മുസ്ലിം വർഗീയത വിഷം ഇങ്ങനെ കുത്തിവെച്ച് നിൽക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ കാണിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ അത് പൊതുനിരത്തിലുള്ള നിസ്കാരമായാലും പൊതുനിരത്തിലുള്ള അറിവായാലും എന്തിന്റെ പേരിലായാലും ശരി, അത് എതിർക്കപ്പെടേണ്ടതാണ്. ആ നടപടി എതിർക്കപ്പെടേണ്ടതാണ്, ഇതിനെ എതിർക്കുന്നത് പോലെ തന്നെ. കാരണം ഈ നിയമങ്ങളൊക്കെ പൊതു ഇടങ്ങളിലെ ആരാധനാ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലുള്ള ജനങ്ങളുടെ പ്രവൃത്തികൾ ഇതൊക്കെയാണ്. അതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിലെ അവരുടെ മതപരമായിട്ടുള്ള അവരുടെ ആരാധനാ കർമ്മങ്ങളെ മാത്രം പ്രത്യേകമായിട്ട് തടസ്സപ്പെടുത്താനും അവരെ പ്രത്യേകമായി ബുദ്ധിമുട്ടിക്കാനും ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ സർക്കാരുകൾ ചെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ആ നിലയിലാണ് ഇവിടുത്തെ അവരുടെ നിലപാടുകളും പ്രസ്താവനകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കിയിട്ട് രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള ഒരു ശ്രമമാണിത്. കാരണം ജനങ്ങൾക്കൊന്നും ചെയ്തു കൊടുക്കണ്ടല്ലോ. അവർക്ക് ജോലി കൊടുക്കണ്ട, അവർക്ക് വരുമാനം കൊടുക്കണ്ട, നല്ല ചികിത്സാ സംവിധാനങ്ങൾ കൊടുക്കണ്ട, വീട് കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഈ വർഗീയത മാത്രം ഇങ്ങനെ ഇളക്കി മുസ്ലിങ്ങളെ അങ്ങനെ കാട്ടുന്നു ഇങ്ങനെ കാട്ടുന്നു ഇറക്കി ഇട്ട് കൊടുത്താൽ മതി, വോട്ടിങ്ങിനെ കിട്ടിക്കോളും. തീവ്രവാദം എന്ന ഇടയ്ക്കിടയ്ക്ക് വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഒരു വശത്ത് ഒരു വിഭാഗങ്ങളുടെ ഘോഷയാത്ര, വലിയ ജനക്കൂട്ടങ്ങൾ, എല്ലാ സൗകര്യവും അനുമതി നൽകുമ്പോൾ മറുവശത്ത് മറ്റൊരു വിഭാഗത്തിന്റെ ആചാരങ്ങൾക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടത്താപ്പ് തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ ആർക്കും അവകാശമില്ല. അവരുടെ ജീവിത സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്നുള്ളത് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. ഇത് രണ്ടും നടക്കുന്നെന്ന് ഉറപ്പുവരുത്തേണ്ടത് അവിടുത്തെ അധികാരികൾ തന്നെയാണ്. എന്നാൽ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണോ? അല്ല. ക്രമസമാധാന പാലനത്തിന്റെയോ ഇനി പൊതുജനങ്ങൾക്ക് സൗകര്യത്തിന്റെ പേരിലോ ഇനി അതിന്റെ മറവിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യത്തെ ഹനിക്കാനും അവരെ പാർശ്വവൽക്കരിക്കാനും ബംഗാളിലെ ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ ഭരണകൂടങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ അത് ജനാധിപത്യത്തിലുള്ള വെല്ലുവിളിയാണ്, ഒരു സംശയമില്ല.
വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വയം നിയന്ത്രണം പാലിക്കേണ്ടതാണ്. മറ്റുള്ളവർ പറയേണ്ട ആവശ്യമില്ല. അവർ തന്നെ തീരുമാനിക്കണം ഇത് മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഹനിക്കുന്നതാണോ, മറ്റുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതാണോ, അത് സ്വയം ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വിശ്വാസം എന്ന് പറയാൻ പറ്റൂല. ഭരണകൂടങ്ങൾ പക്ഷേ വിവേചനരഹിതമായി പെരുമാറുന്നു എന്ന് ഉറപ്പാക്കൽ ഒരു മതേതര സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ വിവേചനം കാണിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ താറടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ തകർക്കാൻ വേണ്ടി ഏതെങ്കിലും ഭരണകൂടം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യേണ്ടത് ജനാധിപത്യ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. Different angles. Don't forget to subscribe and support this channel.